പ്രവാസ ലോകത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കല്ലേ. നോ പറയേണ്ടത് നോ പറയണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും. ഇനി ഒരു ഇതിൻ്റെ അപകടം പറഞ്ഞുതരാം. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ ചെയ്ത് എന്ത് ആവശ്യപ്പെട്ടാലും പ്രവാസ ലോകത്തുള്ള അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് ഉപ്പമാർ പറയുന്നത്, സഹോദരന്മാർ പറയുന്നത്. എന്താ പറയുക, ഞങ്ങൾ ഏതായാലും ആയ കാലത്ത് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ജീവിച്ചതാണ്, ഞങ്ങളെക്കൊണ്ട് ഏതായാലും ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, മക്കളെങ്കിലും അനുഭവിക്കട്ടെ. എന്താ സംഭവം പറയുന്നറിയോ? 6ാം ക്ലാസ് പഠിക്കുന്ന മോന് ടാബ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ന്യായീകരണമാണ് ഈ പറയുന്നത്. ഈ ചങ്ങാതി ടാബിന് 15,000-20,000 റുപ്യ ഉള്ളൂ, അല്ലെങ്കിൽ 30,000 റുപ്യ വില ഉണ്ട് ബ്രാൻഡഡൊക്കെ ആണെങ്കിൽ. ഈ ടാബ് കൊണ്ട് ഇവൻ കേട് വന്നത് നന്നാക്കാൻ 10 ലക്ഷം ചിലവാകുമെന്ന് ഇയാൾക്കറിയില്ല. ഒരു കുട്ടിക്ക് ടാബ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് അത് കൊടുക്കേണ്ട പ്രായം ഏതാണ്? ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനത്തിൽ അവർ വിശാലമായ പഠനം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു ഡിവൈസും ഒരു സ്ക്രീനും കാണിക്കരുതെന്നാണ്. നിങ്ങൾ പറ, നിങ്ങളെ എത്ര കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ? ഇത് കേട്ട് പോയാൽ പോരാ. ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ തോന്നുകയാണെങ്കിൽ, കണ്ടൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കേൾക്കണം. എന്നിട്ട് ഇതിൽ വരാത്തവരുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കണം. അത് എനിക്ക് ഫേമസ് ആകാനല്ല, എനിക്ക് ഫേമസ് ആവണ്ട, എനിക്ക് ആളാവാൻ ആഗ്രഹമില്ല. എനിക്ക് ആളാവാൻ ആഗ്രഹമുണ്ട് അള്ളാൻ്റെ അടുത്ത്, അള്ളാൻ്റെ ഹബീബിൻ്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഒരു പരിഗണന കിട്ടിയെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ നിങ്ങൾ കുറേ ബഹുമാനം എനിക്ക് എന്ത് കിട്ടാനാ? പാലം കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. മനസ്സിലായില്ല? പാലം കിടക്കൂലേ? പാലം കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്ത് സേവനം ചെയ്യാൻ തയ്യാറാണ്. സുറാത്ത് പാലം കിടക്കുമ്പോൾ. അല്ലാതെ ദുനിയാവിൽ നിങ്ങൾ കുറേ മുസ്ലിം സാർ അങ്ങനെ ഒരു കാര്യമില്ല, അതിന് വേസ്റ്റ്, ഒരു കാര്യമില്ല. ഒരു കുറേ പൊക്കി പറഞ്ഞ് ഒരു കാക്ക് വെറുതെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ, ഈ രീതിയിൽ മക്കളെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് അവർ നോ കേൾക്കുന്നില്ല. അവർ കേൾക്കുന്നില്ല. ടാബ് എന്ന് പറഞ്ഞാൽ ടാബ് വാങ്ങിച്ചു കൊടുത്ത്. ഇനി ശ്രദ്ധിക്കുക, ക്ലാസ് ചില തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ. ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാവരും കേൾക്കണോ? എന്നിട്ട് നമ്മുടെ വീടുകളിലെങ്കിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ ഫോൺ, ഡിവൈസ്, ടാബ്, പിന്നെന്താ ഗെയിം പ്ലെയർ, നോട്ട് പാഡ്, എല്ലാ സാധനങ്ങളിലും നോട്ട് പാഡല്ല, വേറെ സാധനങ്ങളല്ല, ഇങ്ങനെ ടാബല്ലാത്ത വേറെ ഐപാഡോ, ഐപാഡ്, നോട്ട് പാഡാണ് നമ്മളത് മറ്റേ കടലാസിൻ്റെ. ഇതെല്ലാം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്ന് ഒഴിവാക്ക്. അപ്പോൾ പെണ്ണുങ്ങൾ വയ്ക്കും. അപ്പോൾ ചോറ് എങ്ങനെ കൊടുക്കുക? അതന്നെ നിങ്ങളുടെ പ്രശ്നമാണ്. കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഞാൻ പെണ്ണുങ്ങൾ പറയുമ്പോൾ എനിക്കില്ലേ ഭാര്യയൊക്കെ, കുറ്റപ്പെടുത്തല്ല, അങ്ങനെ വിചാരിക്കരുത്. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മമാരെന്താ തരാം, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും സ്ക്രീൻ. അവങ്ങനെ ഇതെന്താണ് ഈ വിഷം കൊടുത്താലും തോന്നും, കാരണം എന്താ നോക്കണില്ലല്ലോ. ഓന് പറ്റാത്ത സാധനമാണെങ്കിൽ ഈ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ തിന്നുണ്ടാവും. വയറ് നിറഞ്ഞാലും പിന്നെയും കഴിക്കും. കാരണം എന്താ, ഇത് പോയാൽ ഇത് പോകും. എന്തോ ഒരു കഷ്ടം. ഈ കുട്ടികളെ മൊബൈലിന് അഡിക്റ്റ് ആക്കുന്ന സഹോദരിമാരെ മിക്കവാറും നിങ്ങളാണ്. അതേപോലെ തന്നെ ആണുങ്ങൾ എങ്ങനെയാണെന്നറിയോ? ഗൾഫിൽ നിന്ന് വന്നിട്ട് ഫോൺ വയ്ക്കുമ്പോൾ എൻ്റെ കുട്ടി ഞാൻ ആകെ ഒരു കൊല്ലത്തെ ഒരിക്കൽ കാണുന്നത്, അപ്പോൾ ഫോൺ വയ്ക്കുമ്പോൾ കൊടുക്കുക എന്നാൽ ഓന് വാപ്പാനെ കുറിച്ച് നെഗറ്റീവ് ചിന്തയെല്ലാം ഉണ്ടാവുക എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. കന്നവന് എന്താ പറയുക, കുട്ടികൾ കേട് വരികയാണ്. ഞാനിത്ര ഫീലിങ്ങിൽ പറയാൻ കാരണം അത്രയും കേസ് കാണുന്നുണ്ടാണ് കൺസൾട്ടിങ്ങിലേ. അത്രമാത്രം കേസ് നമ്മുടെ ആൾക്കാർ, സഹോദരന്മാർ എത്രയാണ് തകർന്നു പോകുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രശ്നം ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞപ്പോൾ തീർക്കാൻ കഴിയില്ല. അത്ര വിശാലമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. നമ്മുടെ പ്രതീക്ഷകളിൽ നമ്മുടെ മക്കൾ കഴിവുള്ള കുട്ടികളാണ്. കേരളത്തിലെ മക്കൾ അബ്ബാര കഴിവുള്ളവരാ, നല്ല കഴിവുള്ളവരാ കേരളത്തിലെ കുട്ടികൾ. നല്ല ബുദ്ധിശക്തിയാണ്. എവിടെയാണെങ്കിലും ലോകത്ത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയാൽ അവിടെ കേരളത്തിലെ മക്കൾ പഠിക്കുന്നുണ്ടാവും. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്, എല്ലാ മെഡിക്കൽ കോളേജ് എല്ലായിടത്തും ഉണ്ട്. ഇത്ര കഴിവ് നമ്മുടെ കുട്ടികൾക്ക്. ആ കുട്ടികളാണ് ഇന്ന് നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കോഴിക്കോട് കുതിരോട്ടം മാനസിക ആശുപത്രി നോക്കിക്കോ, ബാംഗ്ലൂർ നിംഹാൻസ് നോക്കിക്കോ, കോഴിക്കോട് ഇംഹാൻസ് നോക്കിക്കോ. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുറത്തുള്ള സമീപ സ്ഥലങ്ങളിലുള്ള എല്ലാ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും സൈക്കോളജി ക്ലിനിക്കുകളിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ. എന്തേ കാരണം? ഇവർ മൊബൈലിന് അഡിക്റ്റായി, ഇവർ പഠിക്കാൻ താല്പര്യമില്ല, ഇവർക്ക് അക്രമ സ്വഭാവം അവരിൽ വരുന്നു. കുട്ടികൾക്ക് വയലൻസാണ്. ഉമ്മാനോട് എടി പൊടി എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്ന് ഞാൻ സ്ഥിരം കാണുന്നതായി പറഞ്ഞു. ഉമ്മാനോട് എടി പൊടി, നീ ഏതാടി എന്നെ ഉപദേശിക്കാൻ? ഉമ്മാനോട് 45-50 വയസ്സുള്ള ഉമ്മാനോട് 14-15 വയസ്സുള്ള കുട്ടിൻ്റെ ഡയലോഗ് അത്. ഇത് എവിടുന്ന് കിട്ടിയാന്നറിയോ? ആ കുട്ടിക്ക് നമ്മൾ കറക്റ്റ് ഒരു പ്രായത്തിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവണമായിരുന്നു. ആ ബോണ്ടിങ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല. ഒരു ഭാഗത്ത് സമ്പത്തുണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിൻ്റെ ആങ്ങളെ വാങ്ങിയെന്ന് 38,000 ഫോണാണ് തള്ളങ്ങനെ നടക്കുക ഇവിടെ. എന്തൊരു കഷ്ടം അത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഫോൺ കൊടുക്കുകയാണോ വേണ്ടത്? അല്ല, വല്ലപ്പോഴൊക്കെ ഒരു ഹാംഫുൾ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇടിച്ച് തെറിപ്പിക്കുന്ന ഗെയിമുകൾ, റേസിംഗ് ഗെയിമുകൾ, വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകൾ, അല്ലാത്ത ഗെയിമുകളുണ്ട്. അതൊന്നും അല്ലാത്ത എന്ന് പറഞ്ഞാൽ പബ്ജി ഒന്നും അല്ലാത്ത, ഫ്രീ ഫയർ ഒന്നും അല്ലാത്ത
ഇൻ്റലക്ച്വലി ഇവനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലാത്ത ഗെയിമുകൾ, ആ ഗെയിമുകൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഗെയിമുകളുണ്ട്, ഡെവലപ്പിംഗ് ഗെയിമുകളുണ്ട്. അത് കുട്ടികൾ കളിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും ഞാൻ കളിച്ചിട്ടില്ല വിചാരിച്ചിട്ട് കുട്ടികൾ എവിടെ കുറവാവില്ല. അങ്ങനെ നമ്മളൊക്കെ കുറവാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ മൊബൈലിൽ കുത്തി പിടിച്ചുകൊണ്ടിരുന്നതാ അല്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പഴയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ ആലോചിക്കുക, മനസ്സിലായി, കല്യാണം ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ കല്യാണത്തിന് ചായ വെള്ളം ഒഴിച്ചു കൊടുത്തതും ചോറ് എടുത്തു കൊടുത്തതും ആരായിരുന്നു? 14, 15, 18 വയസ്സിലെ കുട്ടികളായിരുന്നു. ഇപ്പോൾ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ ഓരോ കുന്തം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഒറ്റ കുട്ടിയില്ല. അപൂർവമായിട്ട് വല്ല കുടുംബത്തിലുണ്ടെങ്കിലുണ്ട്, അല്ലാതെ ഒറ്റ കുട്ടിയില്ല. എല്ലാം ഈ കുന്ത്രാണ്ടം പിടിച്ചിട്ട് ഒരു സൈഡിൽ പോയിരിക്കുന്നുണ്ടാവും. പിന്നെ ഒരു സൗകര്യമുണ്ട്. എന്ത്, പണ്ടത്തെ കുട്ടി ഓടി കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളമൊന്നുമില്ല. ഒരു സൗമ്യരായ നമ്രശിരസ്കരായ മനസ്സിലായില്ലേ, വിനയമുള്ള, ഇങ്ങനെ തല താഴ്ത്തി വിനയത്തോടെ ഇതിൽ നോക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ സമൂഹം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വൈകാതെ അവർ നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടി വരും. തമാശ പറയുന്നതല്ല. ഒരു കുട്ടി മദ്യത്തിന് അഡിക്റ്റായി, ഒരാൾ മയക്കുമരുന്നിന് അഡിക്റ്റായി, ഈ ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളുണ്ട്, കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. അതേ ചേഞ്ചാണ് ഈ സാധനത്തിന് അഡിക്റ്റ് ആയാലും ഉണ്ടാവുക. 3 കൂട്ടരെയും ഒരേ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണമെന്ന് അർത്ഥം. അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ പറ, നിങ്ങളുടെ കുടുംബത്തിലില്ല ഈ തെറി വിളിക്കുന്ന മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലില്ല, നിങ്ങളുടെ കുട്ടികളല്ല. ഞാൻ അത് ചിലപ്പോൾ ഉണ്ടാവും, പുറത്ത് വരണ്ട, പറയാമെന്ന് പറയാൻ നമുക്ക് ലജ്ജ ഉണ്ടാവും വിഷയങ്ങൾ. വാപ്പമാർ വരെ. ഇപ്പം ഇന്നാളൊരു വാപ്പൻ്റെ അടുത്ത് വന്നു, എൻ്റെ മോൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട്. എന്താ, ചെറുപ്പത്തിൽ നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞില്ല, സ്നേഹം കൊടുക്കേണ്ട അടുത്ത് സ്നേഹം കൊടുത്തില്ല. അവരെന്ത് പറഞ്ഞു എല്ലാം ഇങ്ങനെ നമ്മൾ സാധിച്ചു കൊടുത്ത്. അതിൻ്റെ പിന്നെ പേരിട്ട് സ്നേഹം എന്ന് പേരിട്ടു. അങ്ങനല്ല. എത്ര കുടുംബത്തിൽ 10 വയസ്സ് 5ാം ക്ലാസ് പഠിക്കുന്നത് മുതൽ കുട്ടികൾക്ക് ടാബ് വാങ്ങിച്ചു കൊടുത്ത്. ഇപ്പോഴും കുട്ടികൾ സ്വന്തം കുട്ടികളുടെ കസ്റ്റഡിയിൽ ഫോണുണ്ട്. 18 വയസ്സ് കഴിയാതെ ആൺകുട്ടികൾക്ക് ഫോൺ വേണ്ട. ഇത് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. കുറേ എണ്ണം ഇങ്ങനെ വരും, കൗൺസിലിംഗ് ക്ലിനിക്കിൽ ഇങ്ങനെ വരും. ഞാൻ കുട്ടികളൊക്കെ മാറ്റി വാപ്പാനും എടുത്തിട്ട് കുറേ സംസാരിക്കും.